ഹലോ ഗൈസ്, അമേരിക്കയിലെ ഏകദേശം 130 വർഷം പഴക്കമുള്ള ഒരു ബംഗ്ലാവ് വിഞ്ചസ്റ്റർ മിസ്റ്ററി ഗോസ്റ്റ് ഹൗസ് എന്നറിയപ്പെടുന്നു. ഇന്നും ആ ബിൽഡിംഗ് അവിടെ നിലനിൽക്കുന്നു. ലോകത്തിൽ പിശാചുക്കൾ അധിവസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരിടം. ഇന്നും അവിടെ പോകുന്ന ആളുകൾ പറയുന്നത്, എന്നെ ആരോ വിളിക്കുന്നത് പോലെ തോന്നി, എന്റെ കയ്യിൽ ആരോ കേറി പിടിച്ചു, പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ആ മുറിക്കകത്ത് കടന്നപ്പോൾ ആ വീടിന്റെ ഉടമസ്ഥ വിഞ്ചസ്റ്ററിനെ കണ്ടു. അവർ അവിടെ ഇരുന്ന് മന്ത്രവാദം നടത്തുകയായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ വിഞ്ചസ്റ്റർ മരിച്ചിട്ട് 100 വർഷമായിരുന്നു. ഇത്തരത്തിൽ ആ വീടുമായി ബന്ധപ്പെട്ട പല കഥകളും കാലിഫോർണിയയിൽ ഇന്നും കേൾക്കുന്നുണ്ട്. മരിച്ചുപോയ തന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും പരലോകത്തിൽ പല ആത്മാക്കളും പിന്തുടരുന്നതായി മറ്റു ചില ആത്മാക്കൾ ഇവരോട് പറയുന്നുണ്ടത്രേ. 100 വർഷം മുന്നേ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ വിഞ്ചസ്റ്റർ തന്റെ സ്വത്തെല്ലാം ഇല്ലാതാക്കി പണിത ഈ വീട്. അവരുടെ ഭർത്താവ് ഒരു ഗൺ ഷോപ്പ് നടത്തിയിരുന്നു. അവിടെ നിർമ്മിക്കപ്പെട്ട വെടിയുണ്ടയാൽ മരണപ്പെട്ട ഓരോ ആത്മാക്കളും ഇവരുടെ ഭർത്താവിന്റെ ആത്മാവിനെ പിന്തുടരുന്നതായി അവർ വിശ്വസിച്ചിരുന്നു. ആയതിനാൽ ഈ വീട്ടിലെ ഓരോ മുറിയും അവർ ആത്മാക്കൾക്കായി മാറ്റിവെച്ചു. ഇത് നിനക്കുള്ളതാണ്, ഇനി ആരും തന്നെ എന്റെ ഭർത്താവിനെ ഉപദ്രവിക്കരുത് എന്ന് വിഞ്ചസ്റ്റർ ആ ആത്മാക്കളോട് പറഞ്ഞു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിഞ്ചസ്റ്റർ മിസ്റ്ററി ഗോസ്റ്റ് ഹൗസിനെ കുറിച്ചാണ്. 1800 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ വിഞ്ചസ്റ്റർ റിപ്പീറ്റിംഗ് ആംസ് കമ്പനി എന്നൊരു സ്ഥാപനം നിലനിന്നിരുന്നു. പ്രധാനമായും അവിടെ നിർമ്മിച്ചിരുന്നത് തോക്കുകളാണ്. അന്ന് സിവിൽ വാർ നടന്നിരുന്ന കാലഘട്ടമായതിനാൽ ഈ കമ്പനിക്ക് വലിയ ഡിമാൻഡ് ആയിരുന്നു. അങ്ങനെ വിഞ്ചസ്റ്റർ കുടുംബം ഈ തോക്കുകൾ വിറ്റഴിച്ച് വൻ ലാഭം കൊയ്തിരുന്നു. ലോകത്തിലെ തന്നെ സമ്പന്ന കുടുംബങ്ങളിൽ ഒരു കുടുംബമായി വിഞ്ചസ്റ്റർ കുടുംബം മാറി. അങ്ങനെയിരിക്കെ ആ ഫാമിലിയിൽ ഒരു കുഞ്ഞ് ജനിച്ചു, വില്യം വിഞ്ചസ്റ്റർ. അദ്ദേഹമാണ് ഈ കഥയിലെ ഹീറോ. ഇദ്ദേഹം തന്റെ 25-ാം വയസ്സിൽ സാറ പാർഡെ എന്ന അതിസുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നു. കുറച്ചു വർഷങ്ങൾക്കകം തന്നെ അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന് 2-3 വയസ്സ് പ്രായമുള്ളപ്പോൾ വിപരീത സാഹചര്യത്തിൽ ഈ കുഞ്ഞ് മരിച്ചു പോകുന്നു. ഈ ദുരിതങ്ങളൊന്നും താങ്ങാൻ കഴിയാതെ വിഞ്ചസ്റ്റർ തന്റെ 44-ാം വയസ്സിൽ മരണത്തിന് കീഴടങ്ങുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സാറ വിഞ്ചസിന് 42 വയസ്സ് മാത്രമാണ് പ്രായം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഒരു കോടീശ്വരനെ വിവാഹം ചെയ്യേണ്ടി വന്ന അവർ തന്റെ 42-ാം വയസ്സിൽ വിധവയാകുന്നു. ഇതൊന്നും തന്നെ അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. തന്റെ ഭർത്താവിന്റെ എല്ലാ സ്വത്തുക്കൾക്കും ഉടമയായി അവൾ മാറുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് വുമൺ ആയി മാറുന്നു. പക്ഷെ എന്നാൽ ഇത് അവളെ നയിക്കുന്നത് ഒരു ഡിപ്രഷനിലേക്കാണ്. അങ്ങനെ അവൾക്ക് അസ്വാഭാവികമായ പല തോന്നലുകളും ഉണ്ടാകുന്നു. അതെന്തെന്നാൽ, ആത്മാക്കൾ എന്നോട് സംസാരിക്കുന്നു, ആത്മാക്കൾ എന്തെല്ലാമോ എന്നോട് എഴുതി കാണിക്കാൻ ശ്രമിക്കുന്നു, അവരുടെ ശബ്ദം എനിക്ക് കേൾക്കാം എന്നെല്ലാം സാറ പറയുന്നു. ശത്രുക്കൾ അവരുടെ സ്വത്ത് തട്ടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അതെ, എനിക്ക് ഈ തോന്നുന്നതെല്ലാം ശരിയാണ് എന്ന് അവരെ ധരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ധവിശ്വാസത്തിന്റെ ഉച്ചത്തിലേക്ക് അവർ എത്തിപ്പെടുന്നു. ആത്മാക്കൾ നിരന്തരം അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നത്രേ. അതിലൊരു ആത്മാവ് പറയുന്നത് എന്തെന്നാൽ, അവളുടെ ഭർത്താവ് നിർമ്മിച്ച തോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന വെടിയുണ്ടയാൽ മരണപ്പെട്ട ഓരോ വ്യക്തിയുടെയും ആത്മാവ് പരലോകത്ത് പ്രേതാത്മാക്കളായി മാറിയിരുന്നു. അവരെല്ലാം തന്നെ തന്റെ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും ആത്മാക്കളെ അതിക്രൂരമായി ഉപദ്രവിക്കുന്നുണ്ടത്രേ. അതിൽ നിന്നും തന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും രക്ഷിക്കണമെങ്കിൽ നീ ഈ സ്വത്തെല്ലാം ഉപേക്ഷിച്ച് ഒരു വീട് പണിയണം. അതിവിടെയല്ല, അങ്ങ് കാലിഫോർണിയയിൽ. അതിലെ ഓരോ മുറിയും ഓരോ ആത്മാവിനുള്ളതായിരിക്കണം. ആ മുറിയിൽ നിന്നും ആത്മാവ് പുറത്ത് കടക്കാനാവാത്ത വിധം അതിനെ ബന്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഓരോ മുറിയും പണി കഴിപ്പിക്കേണ്ടത്. ഇത് അവർ വളരെ ഗൗരവത്തോടെ എടുക്കുകയും ഉടൻ തന്നെ തന്റെ സ്വത്തെല്ലാം വിട്ട് കാലിഫോർണിയയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ അവർ കാലിഫോർണിയയിലെത്തി 7 നിലകളുള്ള ഒരു ബംഗ്ലാവ് പണിയുന്നു. അതാണ് പിന്നീട് വിഞ്ചസ്റ്റർ ഹൗസായി മാറുന്നത്. ഈ ഹൗസിലെ ഓരോ മുറികൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. ആദ്യത്തെ മുറി പണിതപ്പോൾ അതിൽ 4 ചുമരുകളാണുള്ളത്. 4 ചുമരുകളാൽ ബന്ധിതമായ ഒരു മുറി, അതിന് വാതിലുകൾ ഒന്നും തന്നെ ഇല്ല. രണ്ടാമതൊരു മുറിയിൽ ഒരു എൻട്രൻസും 3 എക്സിറ്റുകളുമാണുള്ളത്. തറയിൽ ഒരു ജനലുണ്ട്. ആ ജനൽ തുറന്നു കഴിഞ്ഞാൽ താഴത്തെ ഫ്ലോറിലേക്ക് പോകാൻ പറ്റും. അതുപോലെ മുകളിലും ഒരു ജനലുണ്ട്. ആ ജനൽ തുറന്നു കഴിഞ്ഞാൽ മുകളിലെ ഫ്ലോറിലേക്ക് പോകാൻ പറ്റും. എന്നാൽ ഈ 2 ഫ്ലോറുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും ഇല്ല. ഇത്തരത്തിൽ വളരെ വിയേർഡായ ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു അത്. അവരുടെ ലക്ഷ്യം എന്തെന്നാൽ, ഈ വീട്ടിലേക്ക് വരുന്ന ആരും പിന്നീട് തിരികെ പോകരുത്. കാരണം ഈ വീട്ടിലേക്ക് വരുന്നത് ആത്മാക്കൾ മാത്രമാണ്. 36 വർഷം അവർ ആ വീട് പണിയുന്നു. തന്റെ മരണം വരെയും അവർ ആ വീട് പണിതുകൊണ്ടേയിരുന്നു. തന്റെ 45-ാം വയസ്സിൽ അവൾ ഈ വീട് കെട്ടാൻ ആരംഭിക്കുന്നു. 83-ാം വയസ്സിൽ അവൾ മരണപ്പെടുന്നു. ആ ദിവസങ്ങളിൽ അത്രയും, ഒരു ദിവസത്തിലെ 24 മണിക്കൂറും, ആഴ്ചയിലെ 7 ദിവസവും, മാസത്തിലെ 30 ദിവസങ്ങളിലും, ഒരു വർഷത്തിലെ 365 ദിവസവും ഒരു സെക്കൻഡ് പോലും നിർത്താതെ അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു.
കാരണം തന്റെ ഭർത്താവ് നിർമ്മിച്ച വെടിയുണ്ടയാൽ അത്രയധികം ആത്മാക്കൾ അവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ടെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. ആ വീട്ടിലെ ഓരോ മുറി പണിയുമ്പോഴും അവൾ അവിടെ പോയി തനിയെ സംസാരിക്കുമായിരുന്നു. ഏറ്റവും വലിയ മുറിയിൽ എന്തിനാണ് നീ നിന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്റെ ഭർത്താവിനോടാണ് സംസാരിക്കുന്നതെന്ന് അവൾ പറയുമായിരുന്നു. മറ്റു മുറികളിൽ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്റെ ഭർത്താവിനാൽ കൊല്ലപ്പെട്ട ആത്മാക്കളോടാണ് താൻ സംസാരിക്കുന്നതെന്ന് അവൾ പറയുമായിരുന്നു. ഇത്തരത്തിൽ വിയേർഡായ പെരുമാറ്റം അവളുടെ മരണം വരെയും ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, തന്റെ സ്വത്തെല്ലാം വിറ്റഴിച്ച് ഒരു വീട് പണിത് രണ്ടാമതൊന്ന് വിവാഹം കഴിക്കാതെ അനന്തരാവകാശികൾ ഇല്ലാതെ തന്റെ 83-ാം വയസ്സിൽ മരണപ്പെടുന്നു. സാറയുടെ മരണശേഷം ഈ വീട് പാഴടഞ്ഞതായി മാറുന്നു. അങ്ങനെയുള്ള ഇടങ്ങളിലാണ് പല തെറ്റുകളും നടക്കുക. മദ്യപിക്കാനും പല ദുശീലങ്ങൾക്കുമായി അവിടെ പോയിരുന്നവർ പറയുന്നത് അവിടെ പ്രവേശിച്ചപ്പോൾ മുതൽ കൺസ്ട്രക്ഷൻ വർക്കിന്റെ ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ഒരു കൺസ്ട്രക്ഷനും തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ല. മറ്റൊരു വ്യക്തി പറഞ്ഞിരുന്നത് ഒരു വൃദ്ധ ഏകദേശം 100 വർഷങ്ങൾക്ക് മുന്നേയുള്ള കാലഘട്ടത്തിൽ എന്നതുപോലെ വസ്ത്രം ധരിച്ച് നീ എന്തിനാണ് ഇവിടെ വന്നത്, ഇത് എന്റെ വീടാണെന്ന് പറഞ്ഞ് അവരെ വിരട്ടിയിരുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ വീട്ടിൽ ആരും തന്നെ താമസിക്കുന്നുണ്ടായിരുന്നില്ല എന്ന്. പണ്ട് സാറ എന്ന സ്ത്രീ ആത്മാക്കൾക്കായി നിർമ്മിച്ച വീടാണതെന്ന്. കൺസ്ട്രക്ഷൻ രീതിയിലെ വ്യത്യസ്തത കാരണം അമേരിക്കൻ ഗവൺമെന്റ് ഇന്ന് ആ വീടിനെ ഒരു സ്മാരകമായി കണക്കാക്കുന്നു. എന്നാൽ ഇന്നും അവിടം സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾ പറയുന്ന കഥകളാണ് ട്വിസ്റ്റ്. ഏകദേശം സാറ മരിച്ച് 100 വർഷമായി, ആ വീട് പണിത് 130 വർഷമായി. ഇന്നും ആ വീട്ടിൽ പ്രവേശിക്കുന്നവർ ഓരോ മുറിയും അസാധാരണമായി തണുക്കുന്നെന്നും ആ മുറിയിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ വന്ന് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, ഇവിടെ വിട്ട് ഇപ്പോൾ തന്നെ പോകണമെന്ന് പറയുന്നു. ആദ്യം വിചാരിച്ചത് അവിടുത്തെ ജോലിക്കാരനാണെന്നാണ്, പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു പ്രേതമായിരുന്നു. അതുപോലെ ആരോ തങ്ങളുടെ കയ്യിൽ പിടിച്ചു വലിക്കുന്നതായി തോന്നുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും തന്നെ കാണുന്നില്ല. ഇതെല്ലാം ചെയ്യുന്നത് ആത്മാക്കളാണെന്നാണ് അവിടെയുള്ളവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവിടേക്ക് പെർമിഷൻ ഇല്ലാതെ പോകുന്നവരെയും അവിടുത്തെ സാധനങ്ങൾ മോഷ്ടിക്കുന്നവരെയും സാറ വിഞ്ചസ്റ്റർ സ്വപ്നത്തിൽ വന്ന് ശിക്ഷിക്കുമെന്നും അവർക്ക് മരണത്തിന് ശേഷം ക്രൂരമായ ശിക്ഷ നൽകുന്നുണ്ടെന്നും എന്തിന് ആ നിമിഷം തന്നെ തക്കതായ ശിക്ഷയ്ക്ക് അവർ വിധേയമാകേണ്ടി വരുമെന്നും അവിടെയുള്ളവർ വിശ്വസിക്കുന്നു. വീണ്ടും ഇത്തരം വീഡിയോകൾക്കായി കാണുക നോക്ടുറ ടോക്സ്.